ഹായ്, എൻ്റെ പേര് ഇതിഹാസ് ജെ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓഗസ്റ്റിലാണ് ഞാൻ പാസ് ഔട്ട് ആയത്. എൻ്റെ കോളേജിൽ ടെക്നിക്കൽ കമ്പനീസിൽ നിന്നുള്ള പ്ലേസ്ഡ് ആവാൻ പറ്റിയില്ല. 2022 ഓഗസ്റ്റിൽ തന്നെ പബ്ലിക് എക്സാമിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ബാങ്ക് എക്സാംസിനെ കുറിച്ച് അറിയുന്നത്. ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചിങ് സെൻറ്റേഴ്സിനെ തിരയുകയായിരുന്നു. അപ്പോഴാണ് ICD പറ്റി അറിയുന്നത്. സോ എൻ്റെ വീട്ടിൽ നിന്നും പറയുകയും ചെയ്തു, എന്തായാലും ഇതിൽ നിന്ന് പ്രിപ്പയർ നോക്കാൻ പറഞ്ഞു. ചെന്ന് ബേസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കോച്ചിങ്ങിന് പോയി തുടങ്ങാൻ പറഞ്ഞിരുന്നു. സോ ഞാൻ അവരുടെ വാക്കും എൻ്റെ ഒരു ഇതിൽ നിന്നും മനസ്സിലാക്കിയ ഇൻഫോർമേഷൻസ് വെച്ചും ഞാൻ അതിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ICDയിൽ ഓഗസ്റ്റ് 15 തന്നെ ജോയിൻ ചെയ്തിരുന്നു. സോ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ആദ്യം തന്നെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അത് എന്നെ ഒരുപാട് സഹായിക്കുകയും ഇതിൽ നിന്ന് ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം വിത്തിൻ 4 months തന്നെ എനിക്ക് പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. SBIയുടെ ആയിരുന്നു, SBI ക്ലർക്കിൻ്റെയും POയുടെയും ആയിരുന്നു. സോ വിത്തിൻ 4 months എനിക്ക് അതിനുള്ള സ്പീഡും അക്യുറസിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു മിനിമം ഒരു 6 to 7 months വേണമെന്നാണ് എൻ്റെ വിശ്വാസം. സോ അപ്പോൾ ആദ്യം തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2023 ഞാൻ എക്സാംസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. എനിക്ക് ആദ്യം എപ്പോഴും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന പ്രിലിംസ് എക്സാം തന്നെ ആയിരുന്നു. എനിക്ക് സ്പീഡും അക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാക്സിമം ഡെയിലി പരിശ്രമിച്ചുകൊണ്ടിരുന്നു ആദ്യം. അപ്പോൾ 2023 ഞാൻ RRB എക്സാംസ് എഴുതി തുടങ്ങിയപ്പോൾ ആദ്യം എനിക്ക് ഇതുപോലെ സെയിം അവസ്ഥ തന്നെയായിരുന്നു. 2022 തന്നെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തത് IPS ക്ലർക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആയി തുടങ്ങിയത്. സോ പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ തൊട്ട് ഞാൻ മെയിൻസിന് പഠിക്കാൻ തുടങ്ങിയിരുന്നു. ആ ടൈമിൽ തന്നെ എൻ്റെ ഇവിടുത്തെ 6 months കോച്ചിങ് കഴിഞ്ഞു. മെയിൻസിൻ്റെ രീതിയിലുള്ള കോച്ചിങ് പഠനമായി ഇവിടെ. സോ ഞാൻ അതും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. IPS ക്ലർക്ക് എൻ്റെ മെയിൻസ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്കത് പക്ഷേ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ കറണ്ട് അഫയേഴ്സ് തന്നെയായിരുന്നു. ഞാൻ ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പ്രിലിംസിൻ്റെ പാറ്റേൺ എനിക്ക് അത്യാവശ്യം ഫുള്ളി മനസ്സിലായി ഒരു 1 year കഴിഞ്ഞപ്പം. പിന്നെ ഞാനിപ്പം IPS ക്ലർക്കിൻ്റെ മെയിൻസ് ഞാൻ 2023 എഴുതിയപ്പം എനിക്കും അത് മനസ്സിലായി. അപ്പോൾ മെയിൻസിൻ്റെ പാറ്റേൺ 2023 ഞാൻ പിന്നെ ക്ലിയർ ചെയ്ത പ്രിലിംസ് എന്ന് പറഞ്ഞാൽ SBI ക്ലർക്ക്. അതും ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസും അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷെ അതും എനിക്ക് ആദ്യം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. സോ എല്ലാത്തിലെയും എൻ്റെ ഡ്രോബാക്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ പ്രിലിംസിന് എൻ്റെ ഡ്രോബാക്സ് മനസ്സിലാക്കിയെടുത്തു, ഞാൻ റെക്ടിഫൈ ചെയ്തു. പിന്നെ മെയിൻസിന് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ 2023 സീസൺ ഓഫ് ബാങ്ക് എക്സാംസ് കഴിയുകയും ചെയ്തു. അങ്ങനെ 2024 വന്ന് കഴിഞ്ഞ വർഷം 2024 ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യണം എന്ന മൈൻഡിൽ തന്നെ ഞാൻ ഇരുന്നു. സോ അതിന് വേണ്ടിയും എനിക്ക് പ്രഷ്യസ് ആയിട്ട് ഇവിടുന്ന് കിട്ടിയത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി മീൻസ് ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സും തന്നെയായിരുന്നു. അവരിൽ നിന്നും ഈ ടീച്ചേഴ്സിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസും സ്ട്രാറ്റജീസും ഞാൻ മനസ്സിലാക്കി. സോ അതിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3 ഫ്രണ്ട്സ് ഗ്രൂപ്പ് ചേർന്ന് കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻസിൻ്റെ ഒരു വില്ലൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കറിയാം. സോ അതിന് ഞങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും പല ക്യാപ്സ്യൂൾസിൽ നിന്നും ഡെയിലി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ 2024 തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് മെയിൻസിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തന്നെ തുടങ്ങി. പ്രിലിംസ് ഞങ്ങൾ എന്തായാലും ക്വാളിഫൈ ആവും എന്ന കോൺഫിഡൻസ് തന്നെയായിരുന്നു എല്ലാവരും. കാരണം ഞങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചതിൽ ഞങ്ങളുടെ സ്പീഡും അക്യുറസിയിൽ ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. സോ 2024 അതേപോലെ ഞാനും എല്ലാ പ്രിലിംസും അറ്റൻഡ് ചെയ്ത് തുടങ്ങി. സോ ആസ് യൂഷ്വൽ ഞങ്ങളെല്ലാം ക്വാളിഫൈ ചെയ്തു. പിന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് മെയിൻസും അറ്റൻഡ് ചെയ്തു. RRB ആയിരുന്നു ആദ്യമായിട്ട് വന്ന മെയിൻസ്. സോ RRB POയും RRB ക്ലർക്കും ഉള്ള മെയിൻസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. സോ അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് എക്സാം നല്ല കോൺഫിഡൻറ്റോടെ എഴുതാനും പറ്റി, കോൺഫിഡൻറ്റോടെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ തരത്തിലുള്ള പ്രിപ്പറേഷനാണ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എത്ര ഡ്രോബാക്സ് നമ്മളെ എന്ത് പിന്നോട്ട് വലിച്ചാലും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എല്ലാ ഓബ്സ്റ്റക്കിൾസിനെയും നമ്മൾ റിമൂവ് ആക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ
അഭിപ്രായം. സോ ഈ വർഷം ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രിലിംസും മെയിൻസും എഴുതിയിട്ടുണ്ട്, ക്വാളിഫൈയും ചെയ്തു. RRBയുടെ ആണ് ഇപ്പോൾ റിസൾട്ട്സ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ January 1, 2025 RRB റിസൾട്ട് വന്നത്. സോ ഞാനിപ്പം RRB ക്ലർക്ക് പ്രൊഫഷണലി അലോട്ടഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പഠനം ഇവിടെ നിർത്തുന്നില്ല, എനിക്കിനി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. എനിക്കിനൊരു എന്തായാലും പ്രൊബേഷണൽ ഓഫീസർ പൊസിഷനിലോട്ട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. സോ അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇവിടെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. സോ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എൻ്റെ എല്ലാ കൊളീഗ്സിനോടും ഫ്രണ്ട്സിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ബി കോൺഫിഡൻറ്റ്, പ്രിപ്പറേഷൻ നിർത്താതിരിക്കുക. എന്ത് താഴ്ച വന്നാലും എന്തായാലും ഒരു ഉയർച്ച കാണും. സോ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എന്തായാലും നമ്മളെ സ്പീഡും ആക്യുറസിയും എല്ലാം കൂട്ടും. നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിനെ റെക്ടിഫൈ ചെയ്യുക. അതിന് നമ്മൾ അതിനുള്ള വഴികൾ കണ്ടെത്തുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യു.